ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജോലി നഷ്ടപ്പെട്ടിട്ട് അവർ രണ്ടുപേരും വളരെ വിഷമത്തിലായിരുന്നു അല്ലേ. അപ്പം മഞ്ജു നമ്മുടെ കണ്ണൻ്റെയും മഹിയുടെ അടുത്ത് ചെന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞു. എന്നാലും സാഗറേട്ടൻ്റെ ജോലിയും കൂടെ, സാഗറേട്ടൻ അവിടെ ഒരു കമ്പനിയിലൊരു പണിയെടുക്കാനല്ലേ വന്ന്, എന്തായാലും മഹിയേട്ടത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് അത് വളരെ ഇതായിപ്പോയി. നിങ്ങൾ മേഘനാഥനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഒരു വലിയ വെല്ലുവിളിയായി തന്നെ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി കുറേ സങ്കടങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണന് വലിയ പ്രയാസമാണ്. കാരണം കണ്ണൻ്റെ കുഞ്ഞനീത്തിയാണ്, അവൾക്ക് ഒന്ന് കണ്ണ് നിറയണ പോലും കണ്ണന് അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, എന്തായാലും സാഗറിൻ്റെയും ജോലി പോയി, നമ്മുടെ മഞ്ജുവിൻ്റെയും ജോലി പോയി, ഇനിയിപ്പോൾ അവരെങ്ങനെ ജീവിക്കുക. അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വർക്ക് സൈറ്റിൽ എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കിയല്ലോ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ നമ്മുടെ സൈറ്റിൽ ജോലി കൊടുക്കുകയാണെങ്കിൽ കണ്ണേട്ടാ അതിനി നമ്മുടെ ബാക്കി ബന്ധുക്കൾക്കൊക്കെ ഒരു കുത്തിത്തിരിപ്പും കുന്നായ്മയ്ക്കും കാരണമാവും. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഈ മേഘനാഥനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ആ ഒരു ബുദ്ധിമുട്ട് വരാത്ത തരത്തിലുള്ള ഒരു സ്ഥലത്ത് ജോലി റെഡിയാക്കി കൊടുത്തെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ സാഗറിന് ജോലി കിട്ടാൻ ഇപ്പോൾ ഈ സമയത്ത് ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം ആ മയക്കുമരുന്ന് കേസ് നിൽക്കുന്നത് കൊണ്ട് സാഗറിന് ജോലി കിട്ടാൻ പാടായിരിക്കും. പക്ഷേ മഞ്ജുവിനെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ഏതെങ്കിലും ഫൈനാൻസ് കമ്പനിയിലോ മറ്റൊക്കെ നല്ല ജോലി റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടായേനെ എന്നുള്ള രീതിയിൽ അവർ ആലോചിച്ച് നിന്നിട്ട് അനന്തുവിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അനന്തുവിൻ്റെ അടുത്ത് നിന്ന് മാർക്കോ ഇതൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ മാർക്കോ മഞ്ജുവിൻ്റെ സാഗറിൻ്റെ അടുത്ത് വരികയും ആ വരുന്ന സമയത്ത് മേഘനാഥൻ നല്ല രീതിയിൽ മഞ്ജുവിനെയും സാഗറിനെ നല്ലപോലെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന കാര്യമൊക്കെ മാർക്കോയ്ക്ക് മനസ്സിലായി. പക്ഷേ മാർക്കോയും ലോപ്പസും കൂടെ ഈ സാഗർ മയക്കുമരുന്ന് കേസിൽ പ്രതി അല്ലാന്ന് തെളിയിക്കാനുള്ള കുറേ പഴുതുകൾ നോക്കി. പക്ഷെ ഒന്നും നല്ല വാല്യൂ ഉള്ള എവിഡൻസുകളല്ല. കോടതിക്ക് ബോധ്യമാവണമെങ്കിൽ നല്ല രീതിയിലുള്ള എവിഡൻസ് തന്നെ വേണമല്ലോ. പക്ഷേ ഇവരുടെ കയ്യിൽ കിട്ടിയ എവിഡൻസ് ഒന്നും അത്ര വലിയ ഇതൊന്നുമല്ല. പിന്നെ മേഘനാഥൻ്റെ കോൾ ലിസ്റ്റ് എടുത്തതിലും അന്നത്തെ ദിവസം ഈ മയക്കുമരുന്ന് വെച്ചു എന്ന് പറയുന്ന ദിവസം അധികം കോൾസ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ സാഗർ പറയുന്നുണ്ട് മേഘൻ്റെ അടുത്ത്, അതിപ്പം മേഘനാഥൻ്റെ ഫോണ് തന്നെ ആവണമെന്നൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോളിൽ നിന്നാണെങ്കിലോ. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മഞ്ജു ഒഴികെ നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല, ഞാനല്ല അത് ചെയ്തത്. പക്ഷേ എന്താണെങ്കിലും അത് തെളിഞ്ഞു വരും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്നൊക്കെ ഞാൻ വയ്ക്കുമോ, നിങ്ങൾക്ക് അത് എന്നെ ചിന്തിച്ചൂടെ മേഘ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മേഘം പറയുന്നുണ്ട് നീ പറയണത് ഞങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷേ കോടതിക്ക് അത് പോരല്ലോ, കോടതിക്ക് തക്കതായ തെളിവ് തന്നെ കാണിക്കേണ്ടി വരുമെന്ന് നമ്മുടെ മാർക്കോയും ലൂപ്പസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ മഞ്ജുവിന് ഒരു ജോലി ശരിയാക്കി തരണം. കാരണം എൻ്റെ കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നല്ലൊരു ജോലി തന്നെ അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കണ്ണൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അങ്ങനെ കണ്ണൻ്റെ ഫ്രണ്ട് പറയുന്നത് അതിനെന്താണ് കണ്ണൻ, നീ അതിനെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, നിൻ്റെ പെങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന് നീ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരെ, നല്ലൊരു ജോലി തന്നെ ഞാൻ അവൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഒരു കാര്യം കൂടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആവശ്യപ്പെടും, അതായത് ഈ ജോലി ഞാനാണ് റെഡിയാക്കി തന്നത് എന്നുള്ളത് അവൾ അറിയണ്ട, അല്ലാണ്ട് തന്നെ അവളെ ജോലിക്ക് നാളെ തന്നെ കയറ്റാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി മഞ്ജുവിൻ്റെ ജോലിയുടെ കാര്യം സെറ്റാക്കണം. അപ്പോൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ അവർ പിടിച്ചു നിന്നോളൂ. അപ്പോഴേക്കും നമ്മുടെ സാഗറിൻ്റെ ആ മയക്കുമരുന്ന് കേസ് എങ്ങനെയെങ്കിലും സത്യം തെളിഞ്ഞു വരും എന്നുള്ള വിശ്വാസത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ഒരു കാര്യം ഉറപ്പായി, മാർക്കോ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാർക്കോ രംഗത്തിറങ്ങിയ പണിപ്പാളും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ മഞ്ജു ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്ത് ഈ മേഘനാഥൻ ചെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷെ പറഞ്ഞു വിടുന്നതിന് മുന്നേ ആ സമയത്ത് മഞ്ജു ആ മാനേജറുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും മഞ്ജുവിൻ്റെ കയ്യിൽ പിടിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ അതിന് മഞ്ജു അപ്പം തന്നെ തക്ക മറുപടി അവനിട്ട് കൊടുത്തിട്ട് തന്നെയാണ് മഞ്ജു പുറത്തിറങ്ങിയത്. പക്ഷേ ഇത് അറിഞ്ഞ മാർക്കോ ആ നിമിഷം തന്നെ ആ ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് ആ മാനേജറിൻ്റെ റൂമിലോട്ട് കയറി ചെന്നിട്ട് എൻ്റെ പെങ്ങൾ മഞ്ജുവിനെ ആരുടെ കൈ കയറി പിടിച്ചാൽ പറഞ്ഞിട്ട് നല്ല പൊതിര കൊടുത്തിട്ട് തന്നെയാണ് മാർക്കോ ഇറങ്ങുന്നത്. ആ സമയം തന്നെ ആ മാനേജർ നമ്മുടെ മേഘനാഥനെ വിളിക്കണം, സാറ് പറഞ്ഞിട്ടാണ് അവരെ ജോലി ഞാൻ കളഞ്ഞത്. ഇപ്പോൾ മാർക്കോ എന്ന് പേരുള്ള ഒരുത്തം വന്ന്
അതിൻ്റെ പേരിൽ പൊതിരെ അതിനെ തല്ലിയിട്ടാണ് പോയത്. ഇത് കേട്ടപ്പോൾ മേഘനാഥന് ഒരു ഞെട്ടലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ മാർക്കോ ഇവരുടെ കേസിൽ ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പണിക്കാണ്. കാരണം എന്ന് വെച്ചാൽ മാർക്കോ ഇടപെട്ട് കഴിഞ്ഞാൽ മേഘനാഥൻ അനങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും കരുതലോടെ വേണം ഇരിക്കാൻ. കാരണം എന്ന് വെച്ചാൽ മേഘനാഥന് 8ൻ്റെ പണി കൊടുക്കാൻ തന്നെ മാർക്കോ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം മേഘനാഥൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. എന്തായാലും ഇനി സാഗറിനെയോ അല്ലെങ്കിൽ മഞ്ജുവിനെയോ ഏതെങ്കിലും തരത്തിൽ ഇനി മേഘനാഥൻ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവസാനം തന്നെ ആയിരിക്കും എന്നുള്ള കുറിച്ച് തന്നെയാണ് മാർക്കോ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കരുണാലയത്തിൽ നമ്മുടെ കരുണ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. എന്താണ് ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് മൈൻഡാണ് എന്നുള്ളതൊന്നും കരുണയുടേത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കരുണ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ മോഹിനി ഓടി ചെല്ലുകയാണ്. കാരണം മോള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ ഓടി ചെന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് ചെന്ന സമയത്ത് എന്നെ നമ്മുടെ കരുണ ആ കൈകളൊക്കെ അങ്ങോട്ട് തട്ടി മാറുകയാണ്. നിങ്ങൾ എൻ്റെ അമ്മയല്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മകളും അല്ല. നിങ്ങൾക്ക് ആകെ ഒരേ ഒരു മകളേ ഉള്ളൂ, അത് മഹാലക്ഷ്മി മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ക്രൂരത ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരുണ ഭയങ്കര മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. മോഹിനിക്ക് ആകെ വിഷമമാവാണ്. മോഹിനി കരഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയാണ് ഈ പറയണത്. അപ്പം കരുണ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എന്നോടൊന്നും പറയുകയും വേണ്ട എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഇങ്ങനെ പോകണം. ആ സമയത്ത് ഉണ്ണി കൂടെ ഉണ്ടായിരുന്നു, പ്രതാപനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ മോഹിനീനെ തള്ളി മാറ്റി അവളങ്ങ് കരുണ അകത്ത് പോയപ്പോഴത്തേക്ക് മുത്തശ്ശിക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. സ്വന്തം അമ്മയാണെങ്കിലും അമ്മയെ തള്ളി മാറ്റി പോകണമെന്ന് കണ്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷം. അപ്പോൾ ഉണ്ണി ലാസ്റ്റ് കയറി പോയപ്പോഴത്തേക്ക് ഉണ്ണിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞ, മോനെ ഇനിയെങ്കിലും നീയെങ്കിലും ന്യായത്തിൻ്റെ രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പോകാൻ നോക്കും മോനെ. ഈ വക കാര്യങ്ങളിൽ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളിലൊന്നും ചെയ്യാനായിട്ട് മോനെ നീയെങ്കിലും നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയും അതേ മറുപടി തന്നെയാണ് പറയണത്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾക്ക് 2 മക്കളെ പ്രസവിച്ചുവെങ്കിലും നിങ്ങൾ കരുണയ്ക്ക് ഒരു മകളുടെ സ്ഥാനവും സ്നേഹവും ഒന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ലേ കരുണയ്ക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത് എന്നിങ്ങനെ മോഹിനിയോട് ഉണ്ണി പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റിയിട്ട് അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ ഇനി കരുണ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിപ്പറ്റിയെങ്കിലും ഇനി എന്താണ്, ഏത് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് കരുണ കാണിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പുതിയൊരു കാൽവയ്പിലോട്ടാണോ അതോ അതിനേക്കാളേറെ ക്രൂരമായിട്ടുള്ള സ്വഭാവ രീതിയിലാണോ കരുണ മുന്നോട്ട് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇത് കൂടാണ്ട് നമ്മുടെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതത്തിൽ ഇനി മേഘനാഥൻ എന്തൊക്കെ പണികളാണ് അടുത്ത് ഒപ്പിച്ചു വയ്ക്കുന്നതെന്നും, പക്ഷേ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മാർക്കോ രംഗത്തുള്ളത് കൊണ്ട് മഞ്ജുവിന് വളരെയേറെ സന്തോഷമാവുകയാണ്. അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വരും എപ്പിസോഡുകളുടെ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഞാൻ എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ.